ഞാൻ കിഡ്സ് ലാബ്. ഇന്നത്തെ സയൻസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ആസിഡ് ബേസ്ഡ് ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ലിറ്റ്മസ് പേപ്പർ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ആസിഡ് ബേസ്ഡ് ടെസ്റ്റിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ വേറൊരു ഇൻഡിക്കേറ്റർ, നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ടെർമറിക് യൂസ് ചെയ്തിട്ടാണ് ആസിഡ് ബേസ്ഡ് ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. സോ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് ടർമറിക്, നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ടർമറിക് യൂസ് ചെയ്തിട്ട് ആസിഡും ബേസും അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു pH വാല്യൂ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ ലിറ്റ്മസ് പേപ്പർ, അതായത് നമ്മളെ ഹിബിസ്കസ് യൂസ് ചെയ്തിട്ട് ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇന്ന് നമ്മൾ നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ടർമറിക് യൂസ് ചെയ്തിട്ടാണ് ആസിഡും ബേസിൻ്റെയും എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇതേപോലത്തെ ഗ്ലാസ് ടംബ്ലർ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് വെള്ളം എടുത്ത് അതിനകത്തേക്ക് ഞാൻ ടർമറിക്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക രണ്ടെണ്ണത്തിലും. അപ്പോൾ ഈ ടർമറിക്, മഞ്ഞൾപ്പൊടി എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്തെങ്കിലും അസിഡിക് ആയിട്ടുള്ളത് ഇട്ട് കഴിഞ്ഞാൽ അതിന് വരുന്ന ചേഞ്ച് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതേപോലെ ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള എന്തെങ്കിലും ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വരുന്ന ചേഞ്ച് എന്താണെന്ന് നോക്കാം. അതാണ് നമ്മളുടെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിലും ഞാനിപ്പോൾ ടെർമറിക് ആണ് ചേർത്തിരിക്കുന്നത്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതാണ് ഈ യെല്ലോ കളറിൽ കാണുന്നത്. ഇനി ഞാൻ അസിഡിക് ആയിട്ട് എടുത്തിരിക്കുന്നത് ലൈം ജ്യൂസ് ആണ്. ഓക്കെ, അസിഡിക് ആയിട്ട് നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും, ഓറഞ്ച് ജ്യൂസോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാനിവിടെ അസിഡിക് ആയിട്ട് എടുത്തിട്ടുള്ളത് ലൈം ജ്യൂസ് ആണ്. അതേപോലെ തന്നെ ആൽക്കലൈൻ അല്ലെങ്കിൽ ബേസ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് കുറച്ച് സോപ്പാണ്, സോപ്പ് പൗഡറാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡയോ വേറെ എന്തെങ്കിലും ഡിറ്റർജൻറ്റ് പൗഡർ വേറെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ബേസിക് ആയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ളതാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യുമ്പോൾ എന്താണ് ഇതിന് വരുന്ന ചേഞ്ച്, അത് കളറിലാണ് ചേഞ്ച് ഉണ്ടാവുക. അപ്പം അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് അസിഡിക് ആയിട്ടുള്ള ലൈമാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പം ലൈം ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാലും ഒരു കളർ ചേഞ്ചും ഇതിനകത്ത് വരില്ല. ഓക്കെ, അപ്പം ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് സോപ്പ്. ഓക്കെ, സോപ്പ് ആഡ് ചെയ്തു. സോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരു റെഡിഷ് കളറായിട്ട് മാറി. യെല്ലോ കളറിൽ ഉണ്ടായിരുന്ന ടർമറിക് ഇപ്പോൾ എന്തായിട്ട് മാറി, നല്ല റെഡിഷ് കളറായിട്ട് മാറിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാത്ത എന്തെങ്കിലും ആണെന്ന് വിചാരിക്കാം. ഇതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം, ലൈം എന്ന് പറഞ്ഞാൽ അസിഡിക് ആണ്, അല്ലെങ്കിൽ സോപ്പ് എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ ആണെന്ന് അറിയാം. അപ്പോൾ ഈ വരുന്ന ചേഞ്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാത്തൊരു സബ്സ്റ്റൻസ് ആണെങ്കിലും അത് അസിഡിക് ആണോ അല്ലെങ്കിൽ ആൽക്കലൈൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഈ ടർമറിക് യൂസ് ചെയ്തിട്ടുള്ള ടെസ്റ്റിംഗ് ചെയ്താൽ മതി. അപ്പം നമ്മൾ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, ടർമറിക്കിലേക്ക് അസിഡിക് ആയിട്ട് എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ഉണ്ടാവില്ല. ആൽക്കലൈൻ ആയിട്ടുള്ളത് ചേർത്ത് കഴിഞ്ഞാൽ യെല്ലോ കളർ മാറിയിട്ട് ഏത് കളറായിട്ട് മാറും, റെഡ് കളറായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതാണ് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വേറെ ഏത് വേണമെങ്കിലും അസിഡിക് ആണോ ബേസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ടർമറിക് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. സോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി അല്ലേ ഇത്. എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക്